അപ്പോൾ ഇന്ന് നമ്മളൊരു ആലു ടിക്ക ഫ്രോസ്റ്റി ഫിസിനകത്ത് എങ്ങനെ ഉണ്ടാക്കും അത് നല്ല രസമാണ്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. ആലു ടിക്ക ഇത് ഇനിയും പൊട്ടിക്കാം. അപ്പം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു രൂപയായിരിക്കും ആലു ടിക്ക ഫ്രോസ്റ്റി ഫിസിന്. ഈ ഒരു രൂപ. ഇതിനകത്ത് ആലു, മുളക് എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ഗ്യാസ് സിം ആക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇടാം. ആലു ടിക്ക. നാലെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾ എടുത്ത് ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ യെല്ലോ ആയിട്ട് വരുന്നുണ്ട്. എന്താ ജസ്റ്റ് അപ്പം ഇവിടെ മൂത്തിട്ട് നമുക്ക് തിരിച്ചൊക്കെ ഇടണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. അതിനകത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പൊക്കി നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഈ രൂപത്തിലായിരിക്കും ഇങ്ങനെ ഇപ്പം വരാം. ഇതിപ്പോൾ താഴെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അതേ ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് വെച്ച് നിങ്ങളിങ്ങനെ അതിനെ ഉള്ളിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം. നമുക്ക് കണ്ടോ? അപ്പം നമുക്ക് അപ്പം നമ്മളിത് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കണ്ടോ? ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് അതിനകത്തിലും. ഇനി എന്നിട്ട് നമ്മൾ തിരിച്ചിടണം. അങ്ങനെ പൊക്കി നോക്കണം ലൈറ്റ് ബ്രൗൺ ആവുന്നുണ്ടോ എന്ന്. എൻ്റെ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചിടണം. മറ്റേ സൈഡ് മൂക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അത് നല്ലോണം ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 4 എണ്ണവും നമുക്ക് തിരിച്ചിടാം. എന്നാലേ അതിൻ്റെ അകം വേഗത്തുള്ളൂ, അല്ലെങ്കിൽ അകം വേവില്ല. അകം അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ നമ്മുടെ 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഫസ്റ്റ് വണ്ണ് പ്ലേറ്റിലിട്ടു. സെക്കൻഡ് വൺ പ്ലേറ്റിലിട്ട്. തേർഡ് വൺ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കണ്ടോ? അപ്പം ഇതാണ് നമ്മുടെ ആലു ടിക്ക. നമുക്കപ്പോൾ ഇതിൻ്റെ കൂടെ സോസൊക്കെ യൂസ് ചെയ്യണം. ഇത് ഗ്രീൻ ചില്ലി സോസാണ്. ഇത് കെച്ചപ്പാണ്. അപ്പം നമുക്ക് ആദ്യം കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. കെച്ചപ്പ് ഒഴിക്കാണ്. ഇനി ഗ്രീൻ ചില്ലി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. നല്ല ചൂടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനും കൂടെ അമർത്തിയേക്കണേ. അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ വരത്തില്ല. ബൈ.